നമസ്കാരം. ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധം പഴയതുപോലെ തന്നെ തുടരുകയാണ്. 8-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാൻ അവരുടെ ആക്രമണോത്സുകതയ്ക്ക് ഒരു കുറവും വരുത്താതെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഞങ്ങൾ കീഴടങ്ങില്ല എന്നാണ്. ഇസ്രയേൽ അമേരിക്കൻ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ പരമാധികാരിയായ സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖുമൈനിയുടെ എക്സ് അക്കൗണ്ട് ഇപ്പോഴും സജീവമാണ്. അതിലൂടെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ചുള്ള വാക്കുകളും ശാപവാക്കുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിയൻ ജനതയെ വില കുറച്ചു കണ്ടവർ യഥാർത്ഥത്തിൽ പരിഹാരമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്കും മറ്റും ബോംബുകൾ വർഷിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പരമാധികാരി കൊല്ലപ്പെട്ടതോടെ പുതിയ പരമാധികാരിയെ തെരഞ്ഞെടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അമേരിക്കയുടെ അംഗീകാരമോ ഇല്ല. അത്തരമൊരു പുതിയ പരമാധികാരി ഉണ്ടെങ്കിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അമേരിക്ക തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇതുവരെ അധികാര കസേരയിൽ രണ്ടാമനായി പരിഗണിച്ചിരുന്ന ഇറാനിയൻ പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനോട് താല്പര്യമുള്ള പല രാജ്യങ്ങളും ചർച്ചയുടെ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് പ്രസിഡന്റ് പെഷേഴ്സ്കീവിൻ്റെ പ്രസ്താവന. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് നിഷേധിക്കുന്നു. ഒരു തരത്തിലുള്ള ചർച്ചയും ഇനിയില്ല. ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ പരിപൂർണമായ അധികാര കൈമാറ്റമുണ്ടാവണം, കീഴടങ്ങലുണ്ടാവണം. ഇപ്പോഴത്തെ ഇറാൻ്റെ ഭരണ സംവിധാനത്തോടെ ഞങ്ങൾക്ക് വിയോജിപ്പാണ്. ഇറാൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പരമാധികാര സംവിധാനത്തെയും ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ തീർച്ചയായും ഇനി സഹകരിക്കണമെങ്കിൽ ഇറാനിൽ നിലവിലുള്ള ഭരണ സംവിധാനം മാറുകയും ഞങ്ങൾക്ക് കൂടി തൃപ്തിയുള്ള പുതിയ ഭരണ നേതൃത്വം ഉണ്ടാവുകയും ചെയ്യണം. ഇറാൻ്റെ മതഭരണ സമ്പ്രദായം ഇല്ലാതാവണം. പൂർണ്ണമായും കീഴടങ്ങി ഇപ്പോഴുള്ള സംവിധാനങ്ങൾ എല്ലാം അവസാനിച്ചാൽ മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ വഴിവെക്കൂ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്നലെയും വലിയ തോതിൽ ആക്രമണം നടന്നു. ഒരുപക്ഷെ 8-ാം ദിവസത്തിലേക്ക് ആക്രമണം കടക്കുമ്പോൾ ഓരോ ദിവസവും ആക്രമണത്തിൻ്റെ തോത് വർദ്ധിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ടെഹ്റാനിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. ടെഹ്റാനിൽ ബോംബ് വീഴാത്ത ഇടങ്ങളൊന്നുമില്ല. ഇതിനോടകം ഏതാണ്ട് 3000 ടാർഗറ്റുകൾ തങ്ങൾ മാത്രം പൂർത്തിയാക്കി എന്നാണ് അമേരിക്കൻ സേന അവകാശപ്പെടുന്നത്. ഇസ്രായേൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അമേരിക്കൻ സേന നടത്തിയതിനേക്കാൾ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ അല്പം പോലും വിശ്രമിക്കാൻ അവസരം കൊടുക്കാതെ ടെഹ്റാനിലെ സംവിധാനങ്ങളൊക്കെ തച്ചുടയ്ക്കുകയാണ്. ഇറാൻ്റെ ഒരു മിലിറ്ററി കമാൻഡന്റ് ബങ്കർ ഇന്നലെ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. 50ഓളം യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചെന്നും ഇറാൻ പരിപൂർണമായും ദുർബലമായിരിക്കുന്നു എന്നുമാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. ഇതേസമയം ലെബനോനിലും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു. 217 പേർ കൊല്ലപ്പെട്ടതായി ലെബനോൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം അല്പം പോലും മടി കാണിക്കാതെ വൈകാതെ ഇറാൻ അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. സൗദിക്ക് നേരെയും ഖത്തറിന് നേരെയും ബഹ്റിന് നേരെയും ഇന്നലെയും ആക്രമണമുണ്ടായി. റിയാദിലേക്ക് എത്തിയ 5 മിസൈലുകളെ തടുത്തതായി സൗദി അറേബ്യ സ്ഥിരീകരിച്ചപ്പോൾ ഖത്തർ പറഞ്ഞത് 9 മിസൈലുകളെ തകർത്തെന്നാണ്. അതേസമയം ബ്രിട്ടൻ പരസ്യമായി പിന്തുണയുമായി രംഗത്തെത്തി. ഇതുവരെ ബ്രിട്ടൻ അമാന്തിച്ചു നിൽക്കുകയായിരുന്നു. സൗദി അറേബ്യൻ ഭരണാധികാരിയെ വിളിച്ച് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ബ്രിട്ടൻ സൗദിയെ സംരക്ഷിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പരോക്ഷമായി യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ കൂടി ഇറങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കുന്നു. ഇറാഖിലെ ബസ്രയിലും ഇറാൻ്റെ ആക്രമണമുണ്ടായി. ബഹ്റിനിൽ ഒരു ഹോട്ടലും 2 റെസിഡൻഷ്യൽ ടവറും ഇറാൻ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. അസർബൈജാൻ അതിർത്തിയിൽ ബോംബ് വീണതിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നുണ്ട്. ഇതിനിടയിൽ 2-3 സംഭവ വികാസങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, ഇറാനിൻ്റെ IRGC കമാൻഡന്റിനെ ചാരപ്രവർത്തനം ആരോപിച്ച് ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന റിപ്പോർട്ടാണ്. ഇസ്രായേലിനെ ചാരപ്പണി ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡന്റിനെ കൊന്നുകളഞ്ഞതായാണ് ആദ്യത്തെ റിപ്പോർട്ട്. അതേസമയം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേലും അമേരിക്കയും ഇന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. ഇതുവരെ യുദ്ധം തുടങ്ങിയ ഇത്രയും ദിവസത്തിനിടയിൽ ഏറ്റവും വലിയ ആക്രമണം ഇന്നായിരിക്കും ഉണ്ടാവുന്നതെന്ന് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിനുള്ള 2 തെളിവുകൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയുടെ എന്നല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർ മെഡിറ്ററേനിയൻ കടലിൽ നിന്നും കരിങ്കടലിലേക്ക് നീങ്ങിയിട്ടുണ്ട്. സൂയസ് കനാൽ വഴിയാണ് കരിങ്കടലിൽ അത് നങ്കൂരമിട്ടിരിക്കുന്നത്. USS ജെറാൾഡ് ഫോറിൻ്റെ പുതിയ വിന്യാസം
ഇന്ന് ശക്തമായ തിരിച്ചടിക്കുള്ള ഒരുക്കമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിൽ മാത്രം അമേരിക്ക ഉപയോഗിക്കുന്ന US B-1 ബോംബർ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലെത്തിയിരിക്കുന്നു എന്നതാണ്. ബ്രിട്ടൻ ആദ്യം മടി പിടിച്ച് നിൽക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ പരിപൂർണമായി അമേരിക്കയെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പരസ്യമായി വിയോജിക്കുമ്പോഴും അമേരിക്കയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭാഗമാവാൻ ബ്രിട്ടൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് B-1 ബോംബറുടെ രംഗപ്രവേശം. B-1 ബോംബർ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ യുദ്ധോപകരണമായി വിലയിരുത്തപ്പെടുന്നു. 30 ടൺ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള B-1 ബോംബറും മറ്റ് ബങ്കർ ബസ്റ്ററുകളും ഒരുമിച്ച് ആക്രമണത്തിനുള്ള ഒരുക്കമാണെന്ന് പറയുന്നു. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലെ ഗ്ലോസ്റ്റർഷയറിലുള്ള ഫെയർഫീൽഡ് എയർബേസിലേക്കാണ് ഇപ്പോൾ ഇതെത്തിയിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നും എളുപ്പത്തിൽ ഇറാനിലേക്ക് പറക്കുക ആണ് ലക്ഷ്യമെന്നും ഇന്ന് തന്നെ ആക്രമണം ഉണ്ടായേക്കുമെന്നും ഒരേ സമയം 34 ടൺ ബോംബ് വർഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇറാൻ്റെ കഥ കഴിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. B-1 മാത്രമല്ല B-2, B-52 ബങ്കർ ബസ്റ്ററുകളും റെഡിയായിരിക്കുന്നെന്നും അവയെല്ലാം ഇന്ന് തന്നെ ബ്രിട്ടനിൽ നിന്ന് പറന്നുയർന്ന് ടെഹ്റാനെ നരകതുല്യമാക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. B-1 ബോംബറുകളും B-2 ബങ്കർ ബസ്റ്ററുകളുമൊക്കെ ടെഹ്റാൻ്റെ നെഞ്ചിലേക്ക് വീണാൽ പിന്നെ അവിടെ നരകം മാത്രമായിരിക്കും ബാക്കി എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ പിശാചെന്ന് വിശേഷിപ്പിക്കുന്ന B-1 ബോംബർ രംഗപ്രവേശം ചെയ്യുന്നത് യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ട്. അതിശക്തമായ യുദ്ധത്തിന് അമേരിക്കയും ബ്രിട്ടനും ഒരുങ്ങുന്നു. ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമ്പോൾ അല്പം പോലും അമാന്തിക്കാതെ ശക്തമായ ആക്രമണത്തിലൂടെ മാത്രമേ ലക്ഷ്യം സാധിക്കാൻ കഴിയൂ എന്നും അതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം ആരംഭിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് ഇറാനിയൻ പ്രസിഡന്റിനെ ടെലിഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. റഷ്യ ഇൻ്റലിജൻസ് ഷെയറിംഗ് നടത്തുന്നു ഇറാന് വേണ്ടി എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ദോഹയിൽ നിന്നും യൂറോപ്യൻ രാജ്യ തലസ്ഥാനങ്ങളിലേക്ക് ഖത്തർ എയർവേസ് കുടുങ്ങിക്കിടക്കുന്നവരുമായി യാത്ര ആരംഭിച്ചു. ലണ്ടൻ ഹീത്രൂ, ഫ്രാങ്ക്ഫർട്ട്, പാരീസ്, മാഡ്രിഡ് തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് ഖത്തർ എയർവേസ് സർവീസ് നടത്തിയത്. കേരളമടക്കം ഇന്ത്യയിലേക്കുള്ള സർവീസുകളും ഖത്തർ എയർവേസ് നടത്തുന്നുണ്ട്. ഇറാൻ ശ്രദ്ധയോടുകൂടി അപകടം ഒഴിവാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.